ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സോങ് നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോങ് കമ്പോസ് ചെയ്യാൻ നമുക്ക് നല്ല വരികൾ വേണം. ആ വരികൾ നമ്മൾ എഴുതി വൃത്തിയായതിനു ശേഷം നമുക്കതൊരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഒരു സിംഗറെ സമീപിക്കണം. അവരതിന് വലിയൊരു എമൗണ്ട് വാങ്ങിയിട്ടാണ് നമുക്കത് കമ്പോസ് ചെയ്ത് സിംഗ് ചെയ്ത് തരുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് 100% ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഒരു സോങ് എഴുതി കമ്പോസ് ചെയ്തിട്ട് നമുക്ക് 100% നമുക്കതിനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വരികൾ എഴുതുന്നതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് നമുക്ക് വരികൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞുതരാം. മൂന്നാമത് നമുക്ക് ഇതെങ്ങനെയാണ് ഒരു സോങ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വരികൾ. അപ്പോൾ നമുക്കറിയാം, കുറച്ച് കഴിവുള്ള ഒരാൾക്കും ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഏകദേശം ഒരു ഐഡിയ വേണം എന്തിനെ പറ്റിയിട്ടാണ് നമ്മളൊരു സോങ് അല്ലെങ്കിൽ ഒരു വരികൾ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മൾ എഴുതുക. 1-2 വരികൾ മാത്രം എഴുതിയിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് അതിനെ പേസ്റ്റ് ചെയ്യണം. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ വരികൾ ക്രിയേറ്റ് ചെയ്യണം. ഈ വരികൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വരികൾ കോപ്പി ചെയ്ത് വയ്ക്കാം. എന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇത് സോങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വരികളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT ആണ്. പിന്നെ നമുക്ക് ഈ വരികൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കംപ്ലീറ്റ് സോങ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ജെമിനി ബിസിനസ് ആണ്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻസ് എന്നല്ല, ഈ 2 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളൊരു സോങ് കംപ്ലീറ്റ് ആയി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സോങ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്നതിൻ്റെ 2-3 വരികളേ ഉള്ളൂ, അതൊന്ന് കേട്ട് നോക്ക്. നമ്മൾ ഈ ChatGPT വഴി തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ആനന്ദരൂപിണി ആശ്രിതവത്സിനി പള്ളിയറക്കാവിൽ വാഴും സർവേശ്വരി അടിയനു തുണയായി അടിയങ്ങൾക്കഭയമായി വാണരുളേനേ നീ എന്നും സർവേശ്വരി മുഖദാവിലെന്നും ഓടിയെത്തിയിടുന്നു മുഖമൊന്നു വാടിയാൽ ചേർത്തു നിർത്തിയിടുന്നു. വീഡിയോ നിങ്ങൾ കണ്ടു. ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സോങ് കേട്ടു. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരെ സ്ക്രീൻഷോട്ട്സ് ആയത് അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അതിനകത്ത് പോയിട്ട് നമ്മൾ ChatGPT എന്ന് സെർച്ച് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമുക്ക് എന്താ വേണ്ടത്, അവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. എന്താ വേണ്ടത്, നമുക്ക് ഒരു ക്രിയേറ്റ് ലിറിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയ 2-3 വരികൾ നമുക്ക് അവിടെ കൊടുക്കാം. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടോ ഒരു സോങ് തന്നെ നമുക്ക് ലിറിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കതിനെ ChatGPT നമുക്ക് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു പ്രോംപ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ 2-3-4-5 തവണ നമുക്ക് നമുക്ക് ഇഷ്ടമാവുന്ന വരികൾ കിട്ടുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഇതിന്ന് കുറച്ച് വരി എടുക്കാം, അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിലും സോങ്സ് ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താ കൊടുത്തത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ഇത് കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും ക്രോമിൽ വന്ന് അവിടെ നമ്മൾ ജെമിനി ബിസിനസ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ജെമിനി AI എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടുത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് വീഡിയോ, ക്രിയേറ്റ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ മ്യൂസിക് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഓപ്ഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും, ക്രിയേറ്റ്
സോങ് ബേസ്ഡ് ഓൺ ബിലോ മെൻഷൻഡ് ലിറിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മുടെ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്തിട്ടുള്ള സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നിട്ട് ഓക്കെ ജസ്റ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് ചിലപ്പോൾ ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ 10 മിനിറ്റോ 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ എടുക്കാൻ പറ്റും. നമുക്ക് വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1-1.5 മിനിറ്റിനകത്ത് എല്ലാം തന്നെ നമുക്കിത് ജനറേറ്റ് ചെയ്തിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഗെയിൻ പറഞ്ഞ് നമ്മൾ ആ ലിറിക്സ് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ജസ്റ്റ് അവിടെ 4-5 ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് 90s ആ മോഡൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 8 ബിറ്റ്സ് എന്ന മോഡലുണ്ട്. പല മോഡലുണ്ട്. അതിൻ്റെ സാമ്പിൾസ് അവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതിൽ ഏത് വേണം എടുക്കാം. ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് താഴെ പോയിട്ട് ക്രിയേറ്റ് സോങ് ബേസ്ഡ് ഓൺ ബിലോ മെൻഷൻ ലിറിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ലിറിക്സ് നമ്മളവിടെ താഴെ കൊടുക്കുക. താഴെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സാമ്പിൾ ഇമേജ് ഉണ്ടായിരിക്കും. ആ ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അവിടെ നമുക്ക് വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഉള്ള നമ്മുടെ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, നമ്മുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ VN എഡിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ക്യാൻവ, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ആ ഒരു സോങ് അവിടെ കമ്പോസായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ഇവിടുന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു ആരോ മാർക്ക് ഉണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള. നമുക്ക് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ ഇമേജ് സോങ്സ് മാത്രമായിട്ട് MP3 ആയിട്ടും ഇതിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതിൽ MP3 ആയിട്ട് മാത്രമേ ഡൗൺലോഡ് ചെയ്യൂ. കാരണം എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇമേജോ കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ ആ ഒരു ഇൻബോക്സിനകത്ത് നമുക്കത് വന്നിട്ടുണ്ടായിരിക്കും, നമ്മുടെ എന്താ പറയുക മൊബൈൽ ഡൗൺലോഡ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ലിറിക്സ് ജനറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആ ലിറിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സോങ് കമ്പോസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അതിന് നമ്മൾ 2 ടൂളാണ് ഉപയോഗിച്ചത്. ഒന്ന് ChatGPT, മറ്റൊന്ന് നമ്മുടെ ഗൂഗിൾ ജെമിനായിയുടെ AI വേർഷൻ. അതിൽ ഗൂഗിൾ ജെമിനായി നടിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ജെമിനായി ബിസിനസ് നടിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു AIയുടെ ഓപ്ഷൻ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സോങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം. വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെമിനായി തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ VN എഡിറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന് നല്ലൊരു വീഡിയോ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സോങ്ങിന് അത് എന്താ പറയുക അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജെമിനായി അല്ലെങ്കിൽ ആ ഒരു AI പ്രോംപ്റ്റ് തരുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 4-5 ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 90s എന്നൊക്കെ 8 ബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജെമിനായി തന്നെ അതിൻ്റെ ഒരു സോങ് ഒരു സോങ് കമ്പോസ് ചെയ്ത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. നമുക്ക് പറ്റിയില്ലെങ്കിൽ അതിന് പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ടാമത് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇത് വരെ കിട്ടുന്നവരെ കൊടുക്കാം. ഇവിടെ ആകെയൊരു ബുദ്ധിമുട്ടാണ്, നമ്മൾ കൊടുത്തൊരു രീതിയിലായിരിക്കില്ല വരിക. ആ ഒരു സിസ്റ്റം എടുക്കുന്ന നല്ലൊരു സോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരും. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്ത് വെച്ച സോങ് ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് കേട്ട് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ആനന്ദരൂപിണി ആശ്രിതവത്സിനി പള്ളിയറക്കാവിൽ വാഴും സർവേശ്വരി അടിയനു തുണയായി അടിയങ്ങൾക്കഭയമായി വാണരുളേനേ നീ എന്നും സർവേശ്വരി മുഖദാവിലെന്നും ഓടിയെത്തിയിടുന്നു മുഖമൊന്നു വാടിയാൽ ചേർത്തു നിർത്തിയിടുന്നു പാവനരൂപിണി പരമേശ്വരി പള്ളിയറക്കാവിൽ വാഴും സർവേശ്വരി ചണ്ഡികേ ദുർഗേ ഭദ്രകാളി ചന്ദമാർന്ന ചരണങ്ങളിൽ ശരണം കാളിമീ
രാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി